ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എക്സാം ടോക്സ്. ഇന്ന് നമ്മൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന മാർക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ മിസ്റ്റേക്കോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമ്പർ 1, കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? ഓപ്ഷൻ എ തവന്നൂർ, ഓപ്ഷൻ ബി വിയ്യൂർ, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി പൂജപ്പുര. ഉത്തരം ഓപ്ഷൻ സി കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 2, കേരളത്തിലെ രണ്ടാമത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി വിയ്യൂർ, ഓപ്ഷൻ സി പൂജപ്പുര, ഓപ്ഷൻ ഡി തവനൂർ. ഓപ്ഷൻ സി പൂജപ്പുരയാണ് കേരളത്തിലെ രണ്ടാമത്തെ സെൻട്രൽ ജയിൽ. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ യു ആകൃതിയുള്ള സെൻട്രൽ ജയിൽ ഏതാണ്? ഓപ്ഷൻ എ പൂജപ്പുര, ബി വിയ്യൂർ, സി തവനൂർ, ഡി കണ്ണൂർ. ഓപ്ഷൻ എ പൂജപ്പുരയാണ് കേരളത്തിലെ യു ആകൃതിയിലുള്ള സെൻട്രൽ ജയിൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ജയിൽ നിർമ്മാണ ശില്പകലയെ അറിയപ്പെടുന്ന പേര്? ഓപ്ഷൻ എ പാനോട്രിക്കോൺ മാതൃകയിലാണ് ജയിൽ നിർമ്മാണ ശില്പകല അറിയപ്പെടുന്നത്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് നെട്ടുകാൽ തേരി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കണ്ണൂർ, ബി മലപ്പുറം, സി തിരുവനന്തപുരം, ഡി തൃശൂർ. ഉത്തരം ഓപ്ഷൻ സി തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ നെട്ടുകാൽ തേരി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് ജില്ലയിലാണ് ചീമേനി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ കാസർഗോഡ്, ബി മലപ്പുറം, സി കോഴിക്കോട്, ഡി കൊല്ലം. ഓപ്ഷൻ എ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ചീമേനി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ മൂന്നാമത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? ഓപ്ഷൻ എ കണ്ണൂർ സെൻട്രൽ ജയിൽ, ഓപ്ഷൻ ബി വിയ്യൂർ സെൻട്രൽ ജയിൽ, ഓപ്ഷൻ സി തവനൂർ സെൻട്രൽ ജയിൽ, ഓപ്ഷൻ ഡി പൂജപ്പുര സെൻട്രൽ ജയിൽ. ഉത്തരം ഓപ്ഷൻ ബി വിയ്യൂർ സെൻട്രൽ ജയിൽ. കേരളത്തിലെ മൂന്നാമത്തെ സെൻട്രൽ ജയിലാണ് വിയ്യൂർ സെൻട്രൽ ജയിൽ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 6. ഉത്തരം ഓപ്ഷൻ ബി 4. കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളുണ്ട്. അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന ഉപദേശ സമിതിയിലെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ജില്ലാ സെക്ഷൻ ജഡ്ജ്, ഓപ്ഷൻ ബി ജയിൽ സൂപ്രണ്ട്, ഓപ്ഷൻ സി ജില്ലാ കളക്ടർ, ഓപ്ഷൻ ഡി ജയിൽ വകുപ്പ് മേധാവി. ഉത്തരം ഓപ്ഷൻ സി ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടറാണ് ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന ഉപദേശ സമിതിയുടെ ചെയർമാൻ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12, ഓപ്ഷൻ ബി 1993 ജനുവരി 23, ഓപ്ഷൻ ഡി 1994 ജനുവരി 23, ഓപ്ഷൻ ഡി 1993 ഡിസംബർ 10. ഉത്തരം ഓപ്ഷൻ എ 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, 18 വയസ്സിന് താഴെയുള്ള കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം? ഓപ്ഷൻ എ ഒബ്സർവേഷൻ ഹോം, ഓപ്ഷൻ ബി സ്പെഷ്യൽ ഹോം, ഓപ്ഷൻ സി സ്പേസ് ഓഫ് സേഫ്റ്റി, ഓപ്ഷൻ ഡി ബോസ്റ്റൺ സ്കൂൾ. ഉത്തരം ഓപ്ഷൻ എ ഒബ്സർവേഷൻ ഹോം. ഒബ്സർവേഷൻ ഹോമിലാണ് 18 വയസ്സിന് താഴെയുള്ള കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, 16നും 18 വയസ്സിനും ഇടയിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം? ഉത്തരം ഓപ്ഷൻ സി സ്പേസ് ഓഫ് സേഫ്റ്റി. സ്പേസ് ഓഫ് സേഫ്റ്റിയാണ് 16നും 18 വയസ്സിനും ഇടയിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത കുട്ടികളെ പാർപ്പിക്കുന്ന സ്ഥലം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി മാനവ വിഭവ ശേഷി വകുപ്പ് മന്ത്രി. ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. 14ാമത്തെ ക്വസ്റ്റ്യൻ, സർവ്വദേശീയ മനുഷ്യാവകാശ ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ഡിസംബർ 10. ഡിസംബർ 10 സർവ്വദേശീയ മനുഷ്യാവകാശ ദിനം. 15ാമത്തെ ക്വസ്റ്റ്യൻ, തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? ഓപ്ഷൻ എ 5 വയസ്സ്, ഓപ്ഷൻ ബി 6 വയസ്സ്, ഓപ്ഷൻ സി 4 വയസ്സ്, ഓപ്ഷൻ ഡി 7 വയസ്സ്. ഉത്തരം ഓപ്ഷൻ എ 5 വയസ്സ്. 5 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കാൻ സാധിക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ഫ്ലോയിഡ്. ഫ്ലോയിഡിന്റെയാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം.
17ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ പോസ്റ്റർ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ തൃക്കാക്കര, ഓപ്ഷൻ ബി പൂജപ്പുര, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി തൃശൂർ. ഉത്തരം ഓപ്ഷൻ എ തൃക്കാക്കര. കേരളത്തിലെ പോസ്റ്റർ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കരയിലാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏക ഹൈ സെക്യൂരിറ്റി ജയിൽ ഏതാണ്? ഓപ്ഷൻ എ പൂജപ്പുര, ഓപ്ഷൻ ബി വിയ്യൂർ, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി തവനൂർ. ഉത്തരം വിയ്യൂർ. വിയ്യൂരാണ് കേരളത്തിലെ ഹൈ സെക്യൂരിറ്റി ജയിൽ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി? ഓപ്ഷൻ എ 3 വർഷം, ബി 2 വർഷം, സി 5 വർഷം, ഡി 4 വർഷം. ഉത്തരം 3 വർഷം. 3 വർഷമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ കാലാവധി. 3 വർഷം അഥവാ 70 വയസ്സ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. കസ്റ്റഡി മരണങ്ങൾ എത്ര മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം? ഓപ്ഷൻ എ 48 മണിക്കൂർ, ബി 24 മണിക്കൂർ, സി 12 മണിക്കൂർ, ഡി 72 മണിക്കൂർ. ഉത്തരം ഓപ്ഷൻ ബി 24 മണിക്കൂർ. 24 മണിക്കൂറിനുള്ളിൽ കസ്റ്റഡി മരണങ്ങൾ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം.